ശ്രീനാരായണ ഗുരുവിൻ്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ വിവിധ കലാരൂപങ്ങൾ, ടാബ്ലോകൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് ശ്രീനാരായണീയർ പങ്കെടുത്ത സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. പറവൂർ അക്ഷരാർത്ഥത്തിൽ മഞ്ഞക്കടലായി മാറി. നിങ്ങളുടെ സുന്ദരികളുണ്ടായിരുന്നു. മാറ്റുവിൻ ചട്ടങ്ങളിൽ ആദരവുകളോട് വീക്ഷിച്ചു, അല്ലെങ്കിൽ മാറ്റുന്നതുകളിൽ SNDP പറവൂർ യൂണിയൻ നേതാക്കൾ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സർവമത സമ്മേളനത്തിൻ്റെ 100ാം വർഷമാണ്. ആലുവയിൽ പല മതസാരവുമേകം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് എന്ന ഏറ്റവും ഉദാത്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഗുരുദേവൻ ആലുവയിൽ സർവമത സമ്മേളനം ചേർന്നത്. തൻ്റെ മതം മാത്രമാണ് ശരി എന്ന് ശാഠ്യം വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവൻ സംഘടിപ്പിച്ച ആ സമ്മേളനത്തിന് സവിശേഷമായ ചരിത്ര പ്രാധാന്യമുണ്ട്. ഗുരുദേവൻ്റെ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത്, സമാധി ആചരിക്കുന്നത്, അദ്ദേഹം നടത്തിയിട്ടുള്ള ചരിത്ര പ്രാധാന്യമേറെ ഇടപെടലുകളുടെ ജൂബിലിയും വാർഷികവും ഒക്കെ കൊണ്ടാടുന്നത് കേവലം ആഘോഷമായിക്കൊണ്ടല്ല. ഇപ്പോൾ ഘോഷയാത്ര നടത്തുന്നു, എല്ലാവരും അണിചേരുന്നു, ഇവിടെ വരുമ്പോൾ പ്രസംഗങ്ങൾ വരുന്നു, ഇതെല്ലാം ഒരു അനുഷ്ഠാനമായിട്ടല്ല. എത്ര വിശാലമായ ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. അത് ഇന്നത്തെ കാലത്ത് കുറെ കൂടി പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് മഹാഗുരു ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഭക്തിയും അതോടൊപ്പം തന്നെ SNDP യോഗം എന്ന സംഘടനയുടെ ശക്തിയും വിളിച്ചോതുന്ന തരത്തിലാണ് ഇന്നത്തെ ഈ ഘോഷയാത്ര പറവൂർ പട്ടണത്തിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും
മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി വിജയിച്ച കുട്ടികൾക്ക് SLC +2-നും അതോടൊപ്പം തന്നെ ഡിഗ്രി തലത്തിലും PG തലത്തിലുമൊക്കെ റാങ്ക് നേടിയ കുട്ടികൾക്കും നമ്മളിന്നിവിടെ ആദരവ് നൽകുന്നുണ്ട്. അതിനുള്ള ട്രോഫികളാണ് നമ്മുടെ ഈ മുൻനിരയിലിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ജയന്തി ദിന സന്ദേശം നൽകി. വേറെ എങ്ങും പോകാതെ, സ്വന്തം ആത്മനിർവൃത്തിക്ക് വേണ്ടി പോകാതെ ആ ഉത്തുംഗമായ ശൃംഗത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി. താഴെ കാണുന്ന സാധാരണ മനുഷ്യരുടെ ദൈന്യത, അവരുടെ സങ്കടങ്ങൾ, അതെല്ലാം നോക്കി. ആദർശനിഷ്ഠമായ മാനവികതയാണ് ശ്രീനാരായണീയ ദർശനത്തിൻ്റെ കേന്ദ്രഭാവം. മാനവികതയാണ്, മനുഷ്യത്വമാണ്, മനുഷ്യനെ നന്നാക്കലാണ്. കാര്യം KP അപ്പൻ സാറിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഭാവരോഗത്തിൻ്റെ വൈദ്യൻ എന്നാണ് ഗുരുദേവനെ വിശേഷിപ്പിക്കുന്നത്. ഭാവരോഗത്തിൻ്റെ വൈദ്യൻ. ഭാവരോഗം മനുഷ്യനല്ല, ലോകത്തിനാണെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ ചികിത്സകനാണ്. അതായത് നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യരുടെ നിരാശയും ഭ്രാന്തും അവിവേകവും അതീശത്വവും എല്ലാം കൊണ്ടുണ്ടാക്കിയ മാലിന്യ കൂമ്പാരമാണ്. ആ മാലിന്യങ്ങളെ വൃത്തിയാക്കി മനുഷ്യനെ നന്നാക്കുക എന്നതായിരുന്നു ഗുരുദേവന്റെ പ്രയത്നം. നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ, നഗരസഭ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, കൗൺസിലർ രഞ്ജിത്ത് മോഹൻ എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി സ്വാഗതം പറഞ്ഞു. ഘോഷയാത്ര നടത്തിക്കൊണ്ട് ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പറവൂർ SNDP യൂണിയനാണ്. പറവൂർ SNDP യൂണിയൻ അത് ഒരു തലമുറയ്ക്ക് മുൻപേ തുടങ്ങി വെച്ചതാണ്. അത് തലമുറ കൈമാറി നമ്മളെപ്പോഴും അത് ഗുരുവിനോടുള്ള ഒരു ഭക്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരമായി കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ അത് ഈ രീതിയിൽ ഘോഷയാത്രയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. യോഗം കൗൺസിലർ ES ഷീബ, ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, D ബാബു, D പ്രസന്നകുമാർ, കണ്ണൻ കൂട്ടുകാട്, KB സുഭാഷ്, MK ആഷിഖ്, TP രാജേഷ്, PT ശിവസുധൻ, ബിന്ദു ബോസ്, അനീഷ് എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.